രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ബീഹാറിലെ സസ്രാമിൽ ഇന്ന് തുടക്കമായി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ട് കൊള്ളയും ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കലാണ് യാത്രയുടെ ലക്ഷ്യം. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് നടത്തുന്നതെന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കി. BJP ജയിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണ്. CCTV ദൃശ്യങ്ങളോ ഡിജിറ്റൽ തെളിവുകളോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല. രാജ്യത്ത് ഒരിടത്തും വോട്ടുകൊള്ള അനുവദിക്കില്ല. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ബീഹാറിലെ സസ്രാമിൽ വോട്ടർ അധികാര യാത്രയ്ക്ക് തുടക്കം കുറിച്ച ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു. और अब हम ये चोरी नहीं करने देंगे और जहां भी ये चोरी हो रही है, चाहे बिहार में, चाहे महाराष्ट्र में, चाहे असम में, चाहे बंगाल में, हम इनकी चोरी पकड़कर जनता को दिखाने का काम करने जा रहे हैं. കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യ നേതാക്കളും രാഹുലിനൊപ്പം വോട്ടർ അധികാര യാത്രയിൽ പങ്കുചേരും. സസ്രാമിൽ നിന്ന് വിനീത VG തത്സമയം ചേരുകയാണ്. വിനീത, ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ജ്ഞാനേഷ് കുമാർ നടത്തിയത്. പക്ഷേ ബീഹാറിൽ അവിടെ വോട്ടർ അധികാര യാത്ര വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ ഐക്യനിര ഏറ്റെടുത്തിരിക്കുന്നത്. ആ രീതിയിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. എന്താണ് യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ? ഇനിയുള്ള അടുത്ത ഘട്ടം എന്താണ്? പ്രജൻ, സസ്രാമിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ഐക്യവും ഒപ്പം തന്നെ വലിയൊരു പിന്തുണയും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയിച്ചുകൊണ്ട് റോഡിന് ഇരുവശത്തുമായി നിൽക്കുന്ന പ്രവർത്തകരെയും ഇവിടെയുള്ള ബീഹാറിലെ നാട്ടുകാരെയും ഒക്കെയാണ്, സസ്രാമിലുള്ള പ്രദേശവാസികളെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു സസ്രാമിൽ നടന്ന പൊതുവേദിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹം വോട്ട് കൊള്ളയും ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ബീഹാറിലും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നോട് സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് BJPയുടെ അത്തരത്തിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോകും. അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടെത്തിയിരിക്കുന്ന പ്രവർത്തകരെയും ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരെയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബീഹാറിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ SIR നടപ്പാക്കുന്നതുമൊക്കെ അവരെ വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് അടക്കം ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പലരും മറ്റ് മേഖലകളിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആധാർ അവരുടെ രേഖയായി പരിഗണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം SIR കൊണ്ടുവന്നതോടുകൂടി ഏതാണ്ട് 65 ലക്ഷം ആളുകൾക്കാണ് അവർക്ക് വോട്ട് നഷ്ടമായത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള ആശങ്കകളൊക്കെ അവർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സ്ത്രീകളടക്കമുള്ളവർ റോഡിന്റെ ഇരുവശത്തുമായി ഇങ്ങനെ നിൽക്കുകയാണ്. राहुल गांधी का वेट करना, वेटिंग फॉर राहुल गांधी. क्या मैम? भाषा हिंदी वेट कर रहे हैं हम. हाँ, वेट कर लेना जी. कितना टाइम हो गया इधर से? യെസ്, സസ്രാമിൽ നിന്നും തത്സമയ വിവരങ്ങളുമായാണ് വിനീത VG ചേർന്നത്. അവിടെ വലിയ ആവേശത്തിലാണ് പ്രതിപക്ഷ ഐക്യനിര. രാഹുൽ ഗാന്ധി കാത്തു നിൽക്കുന്ന വിവിധ പ്രവർത്തകരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്.